അപ്പതാ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കട്ടിംഗ് ബോർഡും കത്തിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മിനിയേച്ചർ കിച്ചൺ സീരീസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണത്. വെറും 15 മിനിറ്റ് മതി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഗ്യാസ് സിലിണ്ടർ ഇന്നലെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് ഏകദേശം 5-6 മണിക്കൂറാണ് എടുത്തത്. അപ്പൊ പിന്നെ ഇത് ഉണ്ടാക്കേണ്ട രീതിയും പ്രത്യേകിച്ച് ഇനി എടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. വെറും 25 രൂപയുടെ ഫെവിക്കൽ മോൾഡിറ്റിന്റെ ക്ലേ എടുക്കുക. അതിനകത്ത് വേറെ 2 പാക്കറ്റാണ് ഉള്ളത്. രണ്ടിൽ നിന്നും ആവശ്യത്തിന് ക്ലേ എടുത്ത് പൗഡർ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇടിച്ചു കുഴച്ചെടുക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എന്നെ കൊണ്ട് ഈ മിനിയേച്ചർ കിച്ചൺ സെറ്റിനകത്ത് എത്ര പാത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഒരു 10 എണ്ണമെങ്കിലും ഉണ്ടാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. 10 എണ്ണം ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം കൂടെ ഒരു ഗീവ് അവേ അല്ലെങ്കിൽ ഒരു സ്നേഹ സമ്മാനമായിട്ട് വെക്കാം. ഏറ്റവും കൂടുതൽ കമന്റ്സ് ഇടുന്ന ഒരാളെ നമുക്ക് സെലക്ട് ചെയ്തെടുത്തിട്ട് അയാൾക്ക് ഇത് അയച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട്? ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്ന ആളെന്ന് ഉദ്ദേശിച്ചത് ഒരു വീഡിയോയുടെ താഴത്ത് തന്നെ 5-6 കമന്റ് ഇടണം എന്നല്ല. ഇനി അങ്ങോട്ടുള്ള 10 വീഡിയോസിൽ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്ത് കമന്റ് ഇടുന്ന ഒരാൾക്ക് നമുക്ക് ഇത് അയച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മളുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് മാക്സിമം ഞാൻ നിങ്ങൾക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും സിമ്പിൾ ആയിട്ടാണ് ഇതിപ്പോ ഉണ്ടാക്കാൻ നോക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ കാണുന്നതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ. നിങ്ങൾ ആരെങ്കിലും എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇതേപോലത്തെ ഐറ്റംസ് വീട്ടിൽ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഫൈനൽ ഫോട്ടോ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തന്നാൽ മതി. ഞാനത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. കത്തിയുടെ കറക്റ്റ് ഷേപ്പ് വേറൊരു കത്തി വെച്ച് മുറിച്ച് വരുമ്പോൾ കിട്ടുമെന്ന് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു റഫ് സ്കെച്ച് നമ്മുടെ ക്ലേയിൽ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇതിന്റെ ഫൈനൽ ലുക്ക് കാണാൻ എന്ത് രസമാണ്. ആദ്യമേ ഞാൻ കത്തിക്ക് ബ്ലാക്ക് പെയിന്റ് ആണ് കൊടുത്തത്. എന്നിട്ട് അമ്മേനെ അനിയത്തിനെയൊക്കെ കൊണ്ട് കാണിച്ചപ്പോൾ അവര് പറഞ്ഞു ബ്ലാക്ക് ചേരുന്നില്ല, സിൽവർ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പെട്ടെന്ന് ഒരു കത്തിയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി. എന്നിട്ട് ബ്ലാക്കും വൈറ്റും കൂടെ പെയിന്റ് മിക്സ് ചെയ്തൊരു സിൽവർ കളറാക്കി അതങ്ങോട്ട് അടിച്ചു കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യാനും പിന്നെ ഒരു ചെറിയ ലൈക്ക് ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.